ബി.ജെ.പിയുടെ സ്ഥാനമൊഴിയുന്ന കാലാവധി പൂർത്തിയാക്കിയ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തത്സമയം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. 5 വർഷം മറ്റാർക്കും കിട്ടാത്തത്ര കാലാവധി കിട്ടി താങ്കൾക്ക്. ഒരുപാട് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ വിജയമുണ്ടാക്കാൻ സാധിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കൊക്കെ എടുത്തു നോക്കിയാൽ വലിയ മുന്നേറ്റമുണ്ട്. ഇതാ എനിക്ക് പിടിക്കാത്ത, ഞാൻ എന്ത് ചെയ്താലും ഏറ്റില്ല. തൃപ്തികരമായ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞത്. പിന്നെ തീർച്ചയായിട്ടും വളരെ 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 കഠിനമായിട്ടുള്ള ഒരു കാലത്താണ് ഞാൻ പ്രസിഡന്റ് ആവുന്നത്. അയ്യോ സമ്മതിച്ചു സാറേ. അതായത് ഞാൻ 2020 ഫെബ്രുവരി മാസത്തിലാണ്, ഏതാണ്ട് ഇതേ കാലയളവിലാണ് ഞാൻ അധ്യക്ഷനായിട്ട് ചുമതലയേൽക്കുന്നത്. ഞാൻ ചുമതല ഏറ്റെടുത്ത് ഒരാഴ്ച കഴിയുമ്പോൾ ലോക്ക്ഡൌൺ ആയി. എന്തോന്നടാ ഇതൊക്കെ ദൂരോട്ടില്ലെന്നേ. എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷം നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയും ഓൺലൈനായിട്ടും ബാക്കി ഓരോ ബൂത്തിലും മാത്രം ഈ സേവ ആക്ടിവിറ്റി അങ്ങനെയൊക്കെ ആയിട്ട് പോയി. കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ, കുശുമ്പ്, പിന്നെ ഒരു ചാക്ക് പൊസസീവ്നെസ്സും. എന്താ അതിന്റെ മലയാളം? സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഉണ്ടായിരുന്നു. ഒരു ഉളത്തരുണ്ടല്ലോ, ദോഷം പറയരുതല്ലോ, അത് നിനക്ക് ഇത്തിരി കൂടുതലാ കേട്ടോ. കാര്യാക്കണ്ട, തട്ടിക്കോ. അത് കഴിഞ്ഞ ഉടനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നു. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 5 മാസം കഴിഞ്ഞപ്പോൾ വന്നു. ശരിക്കും പറഞ്ഞാൽ സംഘടനയെ സജീവമാക്കാൻ ഒരു 2.5 വർഷമാണ് നമുക്ക് കിട്ടിയത്. ഒരു നാമനിർദ്ദേശ പത്രിക മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്, ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടേത്. 3-4 മാസമായി ഈ പ്രോസസ്സ് തുടങ്ങിയിട്ട്. പലർക്കും അറിയില്ല എന്താണ് ബി.ജെ.പിക്കകത്തെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ രീതി എന്നുള്ളതിനെ സംബന്ധിച്ച്. എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. നീ എന്താണ് വിചാരിച്ചത് ഞങ്ങൾ പൊട്ടന്മാരാന്നാ? ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. ചർച്ചകളിൽ സംസ്ഥാന അധ്യക്ഷൻ ഭാഗവാക്കായിരുന്നു ഈ കേന്ദ്ര നേതൃത്വത്തിൽ എന്ന് ഞാൻ പറഞ്ഞില്ല. കേന്ദ്രം സംസ്ഥാനം അങ്ങനെ ഒരു 2 എൻറ്റിറ്റി ആയിട്ടല്ല. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്ന നല്ലത്. ഒന്ന് പിടിച്ചു നോക്കാന്ന്, കയ്യിൽ ഒതുങ്ങൂലാണ്ട് വിട്ടാ പോരെ. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഒരു എല്ലാ തീരുമാനങ്ങളും ഒരു പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ, അല്ലാതെ ആരെങ്കിലും തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയോ അല്ല. ഞാൻ ചോദിച്ചത് ഇന്നത്തെ കോർ കമ്മിറ്റിക്ക് മുമ്പേ അല്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും ഒരു രീതികളുണ്ട് പാർട്ടിക്ക്. നല്ലപോലെ ആഞ്ഞി തള്ളു സാറേ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് ഭംഗിയായിരിക്കും അല്ലേ? പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, സംസ്ഥാന ഘടകം, ചുമതല നോക്കുന്ന പ്രഭാരിമാര്, കേന്ദ്ര നേതൃത്വത്തിൽ കേരളത്തെ ശ്രദ്ധിക്കുന്ന ആൾക്കാർ, സംഘടന ചുമതലയുള്ള ആൾക്കാർ, ഇവരൊക്കെ കൃത്യമായിട്ടുള്ള ആശയവിനിമയങ്ങളിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ഉയർത്തിരിഞ്ഞു വരുന്നത്. അതിന് ഒരു തെളിവും ഈ ഭൂമിയിലില്ല. എക്സ്റ്റൻഷൻ കിട്ടുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പോകണമെന്നൊക്കെ താങ്കൾ ആഗ്രഹിച്ചിട്ടുണ്ട്? ഇല്ല, അത് എനിക്കറിയാമായിരുന്നല്ലോ. കാരണം 5 വർഷമായ ആരും ഇപ്പൊ തുടരുന്നില്ല. എന്നോടൊപ്പം 2020 പാർട്ടി അധ്യക്ഷന്മാരായിരുന്നവരെല്ലാം ഇതിനോടകം മാറി. അവസാനം എന്നെ എല്ലാവരും പൊട്ടനാക്കിയില്ലേ? ഇപ്പൊ നിങ്ങൾ പലരും ഞാൻ നാളെ മാറും മറ്റന്നാൾ മാറും എന്ന് പറയുമ്പോഴും 10-20 സംസ്ഥാന അധ്യക്ഷന്മാർ നേരത്തെ മാറി, പല കാരണങ്ങളും കൊണ്ട്. തീർന്നു ചോദ്യം കഴിഞ്ഞു, ഉത്തരവ് കഴിഞ്ഞു, തീർന്നു. ഇപ്പൊ കർണാടക സംസ്ഥാന അധ്യക്ഷൻ എൻ്റെ കൂടെ അധ്യക്ഷനായ ആളാണ്. അദ്ദേഹം 2 വർഷം മുമ്പ് തന്നെ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞു. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ. ചുട്ടു കൊടുക്കും ഞാൻ. ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അതെ, അങ്ങനെ പല സംസ്ഥാന അധ്യക്ഷന്മാരും ഇതിനോടകം മാറി. ഇപ്പോഴത്തെ പുതിയ സംഘടനാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 5 വർഷം പൂർത്തിയായ എല്ലാവരും മാറി. അപ്പോൾ പിന്നെ ഞാൻ തന്നെ തുടരുമെന്ന് കരുതാൻ മാത്രമുള്ള അവിവേകം എനിക്കില്ലല്ലോ. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മല എന്നുള്ള ടീം. താങ്കൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും പാർട്ടിക്കകത്ത് എല്ലാ പാർട്ടിയിലും എന്ന പോലെ തന്നെ ഗ്രൂപ്പിസവും പിടിവലിയൊക്കെ ബി.ജെ.പിക്കകത്തും ഉണ്ട്. അപ്പോൾ മെയ്വഴക്കുള്ള ഒരു രാഷ്ട്രീയക്കാരെന്ന നിലയിൽ താങ്കൾക്ക് പോലും അതിനെ കടന്നു പോവുക ചില സമയങ്ങളിലൊക്കെ പ്രയാസകരമായി സംഘടനപരമായി തോന്നിയിട്ടുണ്ട്. കാരക്കൂട്ടിൽ ദാസനെ എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വേണം. അങ്ങനെയല്ല, ഇതിപ്പോൾ ഞാൻ പറയും ഈ പ്രശ്നം എന്ന് പറയുന്നത് ഈ പല പേരുകൾ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണല്ലോ. പല പേരുകളുണ്ടല്ലോ. കാരണം ബി.ജെ.പിക്കകത്ത് ഈ പദവി ഏറ്റെടുക്കാൻ പാകത്തിലുള്ള ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചു. അത് ശരി, അപ്പൊ ഞാൻ ഔട്ടായി. എന്താ ഇപ്പൊ ഇതിനൊരു പോംവഴി? പണ്ടത്തെ പോലെയല്ല. പണ്ടാണെങ്കിൽ ഒരു 2-3 ലീഡേഴ്സിനെ ജനങ്ങൾക്ക് അറിയായിരുന്നുള്ളൂ.
പിന്നെ ഇന്നത്തെ ഒരു സാമൂഹ്യ മാധ്യമങ്ങൾ പണ്ടത്തെ പോലെയല്ലല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു വിമർശനങ്ങൾ നേരിടേണ്ടി വരും. അതിനർത്ഥം പാർട്ടിക്കകത്താകെ പ്രശ്നങ്ങളാണ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. കഴിഞ്ഞ 5 വർഷവും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ എല്ലാ സംഘടനകളിലും ഉണ്ട്. എല്ലാവർക്കും മനസ്സിലായേ. അപ്പൊ എന്നെ അളക്കാൻ ഇപ്പൊ ഞാൻ ആളല്ല. അത് നാളെയാണെന്ന് അത് പറയേണ്ടത്, ഭാവിയിലാണ് അത് പറയേണ്ടത്. കാരണം എല്ലാ നേതാക്കളും ഒറ്റ ലക്ഷ്യത്തിലേക്കാണ് പ്രവർത്തിക്കുന്നത്. എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? താങ്കൾക്ക് മുൻപേ ഒരുപക്ഷെ സംസ്ഥാന അധ്യക്ഷനാകുമെന്ന് പ്രതീക്ഷിച്ച ഒരാളാണ് ശ്രീ MT രമേശ്. താങ്കൾക്ക് മുമ്പ് യുവമോർച്ചയുടെ അധ്യക്ഷനൊക്കെ ആയ ആളാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സമയം എന്ന് കരുതിയെടുത്താണ് ഇപ്പോൾ പുതിയൊരു അധ്യക്ഷൻ വരുന്നത്. വ്യക്തിപരമായി താങ്കൾ അങ്ങനെയല്ല, നമ്മൾ തമ്മിൽ ഇവിടെ വെച്ചൊരു വാക്ക് തീർക്ക് ഒഴിവാക്കുന്നതല്ലേ നല്ലത്? അങ്ങനെയല്ല. ഞങ്ങളിപ്പോ നാച്ചുറലി MT രമേശനായാലും ശ്രീമതി ശോഭാ സുരേന്ദ്രനായാലും ശ്രീ എൻ രാധാകൃഷ്ണനായാലും ഇവരെല്ലാവരും തന്നെ ആ പദവിക്ക് യോഗ്യരായിട്ടുള്ള ആൾക്കാരാണ്. ഏതായാലും നിന്നിട്ട് കാര്യമില്ല. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. അവസരങ്ങൾ ഇനിയുണ്ട്. MT രമേശനും ശ്രീമതി ശോഭാ സുരേന്ദ്രനും പ്രായം അതിന്റെ ലിമിറ്റ് കടന്നിട്ടില്ല. എന്റെ ഓർക്കം പോയി. നമ്മൾ തമ്മിൽ ഇനിയും കാണേണ്ടി വരും. ഇപ്പൊ ഞാൻ നേരത്തെ ചെറുപ്പത്തിൽ ആയി എന്നുള്ളതിന്റെ ഒരു ശരിയായിരിക്കും നിങ്ങൾ ചോദിക്കുമ്പോൾ. പക്ഷേ രമേശനും ശോഭാ സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കൾക്ക് ഇനിയും ധാരാളം അവസരങ്ങൾ മുമ്പിലുണ്ട്. കാരണം അവർ ആക്റ്റീവ് പൊളിറ്റീഷ്യൻസ് ആണ്. പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനാണ്. പൊട്ടന്ന ലോക പൊട്ടൻ. ഒരു പദവി ഇല്ലാത്തത് കൊണ്ട് അവർ പ്രവർത്തിക്കാത്തവരല്ല. പ്രസിഡന്റ് ആയാലും ഇല്ലെങ്കിലും അവരെല്ലാവരും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നു, പബ്ലിക്കിലുണ്ട്. സംഘടനയ്ക്ക് അവരെ വളരെ അനിവാര്യരായിട്ടുള്ള ആൾക്കാരാണ്. പുതിയ ടെക്നിക്കാ. CPM-ഉമായുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിൽ കൂടിക്കാഴ്ച നടക്കുന്നതും സംസ്ഥാനത്ത് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ കേന്ദ്ര ഏജൻസികൾ എവിടെ എത്തിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരു ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പാർട്ടി സംസ്ഥാന ഘടകം ഇപ്പോൾ ഒരു ആരോപണം ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. BJP കേരളത്തിലെ പ്രവർത്തകർക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഇത് UDF പടച്ചുവിടുന്ന ഒരു പ്രചരണമാണ്. കാരണം അവർക്ക് അതാണല്ലോ പറയാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ ഈ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് ഏറ്റവും വേവലാതി 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾ മുമ്പിൽ കയറി വരുമോ എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. 3 കക്ഷികളുള്ള ഒരു സംസ്ഥാനത്ത്, പ്രബലമായിട്ടുള്ള 3 മുന്നണികളുള്ള ഒരു സംസ്ഥാനത്ത് 3ാമതിരിക്കുന്ന ഒരു മുന്നണിയെ അപ്രസക്തമാക്കാൻ ശ്രമിക്കും. അതിന് UDF-ന് ശ്രമിച്ചേ മതിയാവുള്ളൂ. പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ ഓട്ടം പിണറായി വിജയന്റെ മുന്നണി മുമ്പിൽ, തൊട്ടടുത്ത LDF, അതിന് തൊട്ട് പുറകിൽ BJP, 3 പേര് ഓടുകയാണ്. എവിടേക്ക്? ലക്ഷ്യത്തിലേക്ക് ഓടുകയാണ്. ഞാൻ എന്റെ വിഷമങ്ങൾ അവരോട് പറയും. അവർക്ക് ഓരോ മൊട്ടിട്ട് തരും. അവരെ കൊണ്ട് അതെല്ലാം പറ്റൂ. അപ്പോൾ അതിനിടയിൽ ഞങ്ങളെ അപ്രസക്തമാക്കാൻ, ഞങ്ങൾ ഇവർ തമ്മിൽ ധാരണയാണെന്ന് പറയാൻ UDF-ന് ന്യായമായിട്ടും അവർക്ക് അതാണ് അവരുടെ സ്ട്രാറ്റജി. ഞാൻ യാത്ര വയ്ക്കാൻ വന്നാണ്. ഇവിടെ ഡ്രൈവർ ആവശ്യമില്ലെന്ന് പറഞ്ഞു. വരുന്നത് ഒരു 3ാം പിണറായി സർക്കാർ ആയിരിക്കുമെന്ന് LDF ആത്മവിശ്വാസത്തോടെ പറയും. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണ്. അങ്ങനെ ഇപ്പോൾ പ്രവചിക്കാനൊന്നും ആയിട്ടില്ല. കാരണം അവർക്ക് ഒന്നാമത് നിന്നെ പറ്റി നല്ല അഭിപ്രായമല്ല. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിയുമ്പോഴേ നമുക്ക് യഥാർത്ഥത്തിലുള്ള പിക്ചർ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. തമാശക്ക് പറഞ്ഞതാവും. നമ്മളെന്തിന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു? പാർട്ടി ഹൈക്കമാൻഡ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഓരോ വ്യക്തിയും എവിടെ നിൽക്കണം, എങ്ങനെയായിരിക്കണം അദ്ദേഹത്തിന്റെ പ്രവർത്തനം, ഇതിനെ സംബന്ധിച്ചെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ധാരണയുള്ള ഒരു പാർട്ടിയാണ് BJP. ഇവനേതാ? എന്റെ സുഹൃത്താണ്. ഇവനെ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാതെ. ഒരു പദവിയും ഞാൻ ആഗ്രഹിച്ചിട്ടായതല്ല.